എം സാൻഡിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രധാന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റൽ വാല്യൂ തന്നെ. കാരണം അത് ബ്ലാസ്റ്റ് ചെയ്തിട്ട് പാറ പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം ഒരുപാട് നമ്മൾക്ക് എനർജി ലോസ് വരുന്നുണ്ട് അതിനകത്ത് വരുന്നത്, എം സാൻഡിന്റെ വരുന്നത്. പിന്നെ എം സാൻഡ് തന്നെ യൂസ് ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾ, അതായത് അത് വാഷ് ചെയ്ത് കളയണം. കാരണം അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോൺക്രീറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഷ്രിങ്കേജ് കൂടും, ക്രാക്ക് കൂടും. അപ്പൊ എം സാൻഡ് യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്ത് ആ പറയുന്ന നമുക്ക് ഈ പറഞ്ഞ സോൺ 1, സോൺ 2, സോൺ 3 എന്നെല്ലാം സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എം സാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ കൂടുതലായിരിക്കും. കാരണം ഇത് നമ്മൾ മിക്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറിങ് സാധാരണ റിവർ സാൻഡിന് ഉപയോഗിക്കുന്നതിനൊക്കെ കൂടുതൽ കൊടുക്കണം. കാരണം ഇതിൽ ഡീഹൈഡ്രേഷന് കൂടി ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യകത കൂടുതലാണ്. അപ്പൊ ഈ ഡീഹൈഡ്രേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. സാധാരണ റിവർ സാൻഡിനെയൊക്കെ കൂടുതൽ ഉപയോഗിക്കണം.